നമസ്കാരം, എല്ലാവർക്കും PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 127/21 M. ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൽഫ കോഡ് A പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആയ 2, 3 and 4. 2 എന്ന് പറയുന്നത് അടിമത്തം നിരോധിച്ചു, 3 സതി നിരോധിച്ചു, 4 ശൈശവ വിവാഹം നിരോധിച്ചു. ഇതാണ് അതിൻ്റെ ഉത്തരം. ഫസ്റ്റ് വൺ ഓപ്ഷൻ എ. വളരെ ലെങ്തി ക്വസ്റ്റ്യൻസ് അല്ലാത്തത് 2 ടൈംസ് ആയിട്ട് വായിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോവും. സെക്കൻഡ് വൺ, ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം, ഇതാണ് ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ. തേർഡ് വൺ, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2 and 4. 2 കേസരി മറാഠ, ബാൽ ഗംഗാധർ തിലക്. അടുത്ത ജോഡി വന്ദേ മാതരം, ലാലാ ലജപത് റായ്. ഇതാണ് ശരിയായ ജോഡി. നാലാമത്തത്, വെനിസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആര്? സൈമൺ ബൊളിവർ. വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് സൈമൺ ബൊളിവർ. ഓപ്ഷൻ ഡി. ഫിഫ്ത്ത് വൺ, 1956 പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഓപ്ഷൻ ഡി. ഒന്നുകൂടെ പറയാം. 1956 പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. സിക്സ്ത് വൺ, കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓപ്ഷൻ സി. സെവൻത് വൺ, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അഥവാ ദിവസങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് മാർച്ച് 21 സെപ്റ്റംബർ 23. മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം. മാർച്ച് 21 സെപ്റ്റംബർ 23. 8, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3. 1 ചാലനം, 2 സംവഹനം, 3 അഭിവഹനം. 1, 2, 3. എട്ടാമത്തത് ഓപ്ഷൻ എ. നയൻത് വൺ, നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിൻ്റെ ആകൃതി എന്താണ്? സർപ്പിളാകാരം. ഓപ്ഷൻ എ സർപ്പിളാകാരം. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിൻ്റെ ആകൃതി സർപ്പിളാകാരം. ഓപ്ഷൻ എ. 10th വൺ, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ചിനൂക്കാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. ഒക്ടോബർ ചൂട്, മാംഗോ ഷവേഴ്സ്, പശ്ചിമാസ്ത്രം ഇതെല്ലാം കൊണ്ട് ഇതിൽ പെടാത്തതാണ് ചിനൂക്ക്. ഓപ്ഷൻ ബി. 11, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 4. ശരിയായ പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തത്, സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ. 2, ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 4, വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു. ഇതാണ് 11 ഓപ്ഷൻ സി. 12, സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 4. 1 സൈനിക ഭൂപടം, 2 ഭൂവിനിയോഗ ഭൂപടം, 4 രാഷ്ട്രീയ ഭൂപടം. ഓപ്ഷൻ ഡി. 13, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. ഇതാണ് തെറ്റായത്. 13 ഓപ്ഷൻ ഡി. 14, കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? അതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് 3, എ മഹാരത്ന, ബി നവരത്ന, സി മിനിരത്ന. ഇതെല്ലാമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. കേന്ദ്ര പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവികൾ ആണ് മഹാരത്ന, നവരത്ന, മിനിരത്ന. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മേൽപ്പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. 15,
താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 15 സി. 16 പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY അതുമായി യോജിക്കുന്ന പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. 2 രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കാനുള്ള പദ്ധതി. 3 നേരിട്ടുള്ള സമഗ്ര സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിടുന്ന പദ്ധതി. ഓപ്ഷൻ ബി. 17 ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO. 18 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? ആദായ നികുതി. ഓപ്ഷൻ സി. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? ആദായ നികുതി. ഓപ്ഷൻ സി. 19 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏത്? 1967 സെപ്റ്റംബർ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം 1967 സെപ്റ്റംബർ. 20 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. ഓപ്ഷൻ ഡി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. 21 ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. അതാണ് ശരിയായ പ്രസ്താവന. 21 ഓപ്ഷൻ ബി. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ ശരിയായിട്ടുള്ളൊരു പ്രസ്താവന. 22 താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് 22. മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. 23 രാഷ്ട്രപതിയെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെൻറ്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ. അതായത് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. 23 ഓപ്ഷൻ എ. 24 മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം 24 മണിക്കൂറിൽ 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. ഓപ്ഷൻ ഡി ആണ്. നമ്മളിപ്പോൾ ഈ കാലത്ത് നമ്മൾ ഏറ്റവും കേൾക്കുന്നതാണ് യെല്ലോ അലർട്ടൊക്കെ. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം 24 മണിക്കൂറിൽ 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. ഓപ്ഷൻ ഡി. 25 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഖെയ്ത്താൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം TT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഖെയ്ത്താൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് TT കൃഷ്ണമാചാരി. ഓപ്ഷൻ സി. 26 എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത? പുതിയ പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം. സെൻട്രൽ വിസ്ത പുതിയ പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം. ഓപ്ഷൻ ബി. 26 ഓപ്ഷൻ ബി. 27 താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. ഓപ്ഷൻ എ. കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. ഓപ്ഷൻ എ. 28 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടക്കം എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടക്കം എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങൾ. ഓപ്ഷൻ ഡി. 29 കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെപ്പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്? ധനകാര്യ കമ്മീഷൻ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെപ്പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്? ധനകാര്യ കമ്മീഷൻ. 30 കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി AB വാജ്പേയി.
കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. ഓപ്ഷൻ ബി. 31. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 31 ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. 31 ഓപ്ഷൻ എ ആണ്. 32 താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ളത്? ജമ്മു കാശ്മീർ. ഓപ്ഷൻ ഡി. ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ളത്? ജമ്മു കാശ്മീർ. ഓപ്ഷൻ ഡി. 33 മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി സ്നേഹപൂർവം. ഓപ്ഷൻ ബി. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. ഓപ്ഷൻ ബി. 34 പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രൊസീമിയൻസ് എന്നും ആന്ത്രോപോയിഡ് എന്നും തരം തിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊസീമിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ് ലിമർ. ഓപ്ഷൻ ബി. ലിമർ. 34 ഓപ്ഷൻ ബി. ലിമർ. 35 തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻപേഷ്യൻസ് ശൈലജ എന്ന് പേര് നൽകിയത്? കാശിത്തുമ്പ. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻപേഷ്യൻസ് ശൈലജ എന്ന പേര് നൽകിയത്? കാശിത്തുമ്പ. ഓപ്ഷൻ ബി. 36 മനുഷ്യൻ്റെ ദഹനപ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ. ഓപ്ഷൻ സി. മനുഷ്യൻ്റെ ദഹനപ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ. ഓപ്ഷൻ സി. 37 വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം മഞ്ഞപ്പിത്തം. ഓപ്ഷൻ സി. 38 താഴെ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? 38 ഓപ്ഷൻ ബി ആണ്. അതായത് മരുന്ന് കൊടുത്തുള്ള ചികിത്സ. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ കുത്തിവയ്പ്പ്. ഓപ്ഷൻ ബി ആണ്. 39 പാപ്സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അർബുദം, ക്യാൻസർ. ഓപ്ഷൻ സി. പാപ്സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അർബുദം. ഓപ്ഷൻ സി. 40 പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം കോട്ട്പ COTPA. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം കോട്ട്പ COTPA. 41 ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. ഓപ്ഷൻ ബി. 42 ഒരു ഉപഗ്രഹത്തിൻ്റെ ഗതികോർജം 2 mJ ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിൻ്റെ ആകെ ഊർജം എത്രയായിരിക്കും? -2 mJ. ഒരു ഉപഗ്രഹത്തിൻ്റെ ഗതികോർജം 2 mJ ആണ്. ഉപഗ്രഹത്തിൻ്റെ ആകെ ഊർജം -2 mJ. 42 ഓപ്ഷൻ സി. 43 ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൻ്റെ വ്യതിയാന കോൺ എത്ര? 54.2 ഡിഗ്രി. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൻ്റെ വ്യതിയായ കോൺ എത്ര? 54.2 ഡിഗ്രി. ഓപ്ഷൻ ബി. 44 വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? സ്ട്രീം ലൈനിങ്. വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? സ്ട്രീം ലൈനിങ്. ഓപ്ഷൻ എ. 45 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ അധിഷ്ഠിത മൊബിലിറ്റി പ്രോജക്റ്റ് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ അധിഷ്ഠിത മൊബിലിറ്റി പ്രോജക്റ്റ് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ലഡാക്ക്. ഓപ്ഷൻ ഡി. 46 സൂര്യൻ്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെക്കുറിച്ചും മറ്റു സൗരപ്രതിഭാസങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം ആദിത്യ LI. ഓപ്ഷൻ എ ആണ്. 46 ഓപ്ഷൻ എ. 47 ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ജാൻ-ട്രെല്ലർ മെറ്റൽ. ഓപ്ഷൻ ഡി. 47 ഓപ്ഷൻ ഡി. 48 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? ടെക്നീഷ്യം. ഓപ്ഷൻ എ. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ഓപ്ഷൻ എ.
49 നൈട്രജൻ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 126.4 K. ഓപ്ഷൻ ബി 126.4 K. 49 ഓപ്ഷൻ ബി. 50 ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ഏത്? Al2O3. ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി Al2O3. 51 കോവിഡുമായി ബന്ധപ്പെട്ട സ്വാപ്സെക് എന്താണ്? ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. കോവിഡുമായി ബന്ധപ്പെട്ട സ്വാപ്സെക് എന്താണ്? ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. ഓപ്ഷൻ ബി. 52 കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെ? കൃഷ്ണപുരം കൊട്ടാരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെ? കൃഷ്ണപുരം കൊട്ടാരം. 52 ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആര്? PC കുട്ടിക്കൃഷ്ണൻ. ഓപ്ഷൻ ബി. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ PC കുട്ടിക്കൃഷ്ണൻ. ഓപ്ഷൻ ബി. 54 ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഓപ്ഷൻ സി. 55 കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്താനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്താനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം. 56 കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളത്? നിരണം കവികൾ. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളത്? നിരണം കവികൾ. 57 കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ. ഓപ്ഷൻ എ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ. ഓപ്ഷൻ എ. 58 പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖര. ഓപ്ഷൻ ബി. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖര. ഓപ്ഷൻ ബി. 59 ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായി ഉപയോഗിക്കാത്തത്? ജി തമ്പ്. ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായി ഉപയോഗിക്കാത്തത്? ജി തമ്പ്. ഓപ്ഷൻ ഡി. 60 ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, അതായത് 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ വായിക്കാം. 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ്. 2 കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 61 സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ബി, അതായത് 1ഉം 3ഉമാണ്. ആ ശരിയായ ജോഡികൾ വായിക്കാം. 1ാമത് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ അതിൽ വരും. അതുപോലെ 3 സൈബർ ഭീകരത, സർക്കാരിനെതിരെ സൈബർ കുറ്റകൃത്യങ്ങൾ. ഇതാണ് ശരിയായ ജോഡി. ഇത് നോക്കി മനസ്സിലാക്കുക. 1ഉം 3ഉമാണ്. ഇനി 62 താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സുകൾ ഫ്രീ ആൻഡ് ഓപ്പറേറ്റർ സ്റ്റോർസ് സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ വരുന്നത്? ലിബ്രെ ഓഫീസ് റൈറ്റർ. ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് റൈറ്റർ. 62 ഓപ്ഷൻ ഡി. 63 താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇൻ്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ടോപ്പോളജി. ഓപ്ഷൻ സി ആണ് ഇൻ്റർനെറ്റ് സേവനം അല്ലാത്തത്, ടോപ്പോളജി. 64 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. ഓപ്ഷൻ സി ഇതാണ് ശരിയായത്. 64 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായത് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. 64 ഓപ്ഷൻ സി ആണ്. 65 താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പ്രസ്താവനകൾ 2ഉം ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2ഉം വായിക്കാം. 1ാമതായി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. 2ാമത് ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിൻ്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിന് 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ഇതാണ് 2ഉം ശരിയാണ്. 65 ഓപ്ഷൻ സി.
66 ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞതെല്ലാം എന്നുള്ളതാണ്. അപ്പം ആ മൂന്നും പറയാം. ആദ്യം ശാരീരികമായ പീഡനം, 2 ലൈംഗികമായ പീഡനം, 3 വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം. അപ്പോൾ ഇതെല്ലാം ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നതാണ്. 67 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 67 ഓപ്ഷൻ എ. സംരക്ഷണ ചിലവിലേക്ക് പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രൈബ്യൂണലിന് വിധിക്കാവുന്നത്. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സംരക്ഷണ ചിലവിലേക്ക് പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രൈബ്യൂണലിലേക്ക് വിധിക്കാവുന്നത്. ഓപ്ഷൻ എ. 68 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഉള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ 68 ഓപ്ഷൻ എ പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. അപ്പോൾ 2 പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമതായി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണിനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. 2 ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. രണ്ടും ശരിയാണ്. 68 ഓപ്ഷൻ എ. 69 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. 69 ഓപ്ഷൻ ബി ആണ്. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. 2 പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്, ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. രണ്ടാമതായി, നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. 69ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 70 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതും ഓപ്ഷൻ ബി പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. അപ്പോൾ 2 പ്രസ്താവനകൾ വായിക്കാം. ഒന്ന്, ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായമായിരിക്കണം. 2, കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. 70 ഓപ്ഷൻ ബി. ഇനി 71 മുതൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ ഐക്കാർഡിലും കൊടുക്കാം. 81 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10 ഡാഷ് ഹാവിൻറ്റ് യു. ഓപ്ഷൻ സി ആണ്. യു ഹാവ് ഗോട്ട് ഹാവ് വന്നതുകൊണ്ട് തന്നെ ഹാവിൻറ്റ് യു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് ടാഗ്. 81 ഓപ്ഷൻ സി. 82 ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ലെറ്റ് എ ഹോസ്പിറ്റൽ ബി built here by them. ഓപ്ഷൻ സി. 82 ഓപ്ഷൻ സി. 83 വിച്ച് ഇസ് ദ കറക്റ്റ് സെൻറ്റൻസ്? ദ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വെയർ ദർ കോട്ട്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഹാഡ് ബെറ്റർ വരുന്നത് ഓപ്ഷൻ എ. 84 യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ്, ദേ ആർ ക്ലീൻ. യു നീഡ് ഇറ്റ്. ഓപ്ഷൻ ഡി. 85 വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാസ് ആൻ എറർ? ദ ലീഡർ ഹാസ് ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി. അതിൽ ഹാസ് ടുക്ക്, ദ ലീഡർ ഹാസ് ടേക്കൺ എന്നേ പറയാൻ പാടുള്ളൂ, അതുകൊണ്ട് ഹാസ് ടുക്ക് എന്നുള്ളതാണ് തെറ്റ്. ഓപ്ഷൻ ബി. 86 one word for the state of being unmarried, celibacy. the state of being unmarried ആണ്, അപ്പോൾ അതുകൊണ്ട് celibacy. ഓപ്ഷൻ ബി. 87 a dash of journalist, a scoop of journalist. ഓപ്ഷൻ ഡി. 87 ഓപ്ഷൻ ഡി. 88 the idiom let the cat out of the bag means to make something public. ഒരു സീക്രട്ട് പുറത്തു കൊണ്ടുവരാം. to make something public. ഇത് ഇപ്പം 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് അടുപ്പിച്ച് കാണുന്നുണ്ട്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇതിൻ്റെ തന്നെ മലയാളം വിവർത്തനം ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. ഒരു രഹസ്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് ടു മേക്ക് സംതിങ് പബ്ലിക്. 88 ഓപ്ഷൻ സി. 89 ദ സിനോണിം ഓഫ് ദ വേർഡ് ബെയ്റ്റ്, allure. ഓപ്ഷൻ എ allure. 90 an example of compound word railroad. ഓപ്ഷൻ ബി. 91 തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? തദ്വത്തദ്ധിതം. ഓപ്ഷൻ എ. 92 തെറ്റായ വാക്യഭാഗം ഏത്? ഓപ്ഷൻ സി 1000
തേങ്ങകൾ. അതാണ് തെറ്റായ വാക്യഭാഗം. 92 ഓപ്ഷൻ സി. 93 ഒറ്റപ്പദം എഴുതുക. പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ. പിപഠിഷു. ഓപ്ഷൻ ബി. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ആണ്. 94 ആളി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്തത്. വണ്ട്. ഓപ്ഷൻ സി. വണ്ട്. 95 മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം നിലാവ്. നിലാവ് മേയനാമത്തിൻ്റെ ഉദാഹരണം നിലാവ്. ഓപ്ഷൻ ഡി. 96 ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം നിമീലനം. ഉന്മീലനത്തിൻ്റെ വിപരീതം നിമീലനം. ഓപ്ഷൻ സി. 97 ശരിയായ രൂപം ഏത്? ധാർഷ്ട്യക്കാരൻ. ഓപ്ഷൻ എ. ധാർഷ്ട്യക്കാരൻ. ഓപ്ഷൻ എ ആണ്. 98 ഇവിടം പിരിച്ചെഴുതുക. ഇ പ്ലസ് ഇടം. ഇവിടം അത് പിരിച്ചത് ഇ പ്ലസ് ഇടം. ഈ ഇടമാണ് ഇവിടം. ഇ പ്ലസ് ഇടം. ഓപ്ഷൻ ഡി. 99 ഉത്സവം തുടങ്ങി. ഇനി ബഹളത്തിൻ്റെ പൊടിപൂരമായിരിക്കും. ഇത് ഏത് വാക്യത്തിൽ പെടുന്നു? മഹാവാക്യം. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. 99 ഓപ്ഷൻ എ ആണ്. മഹാവാക്യമാണ്. പ്രൊവിഷണൽ കീ പ്രകാരം മാറ്റാം. മഹാവാക്യം. 100 വിസ്ഡം. ഇതാണ് കേട്ടോ കറക്റ്റ്. എ. 100 വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം ഏത്? അഴകുള്ള ചക്കയിൽ ചുളയില്ല. 100 ഓപ്ഷൻ ബി ആണ്. അഴകുള്ള ചക്കയിൽ ചുളയില്ല. അപ്പോൾ ഇത്രയുമാണ് പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ആൻസേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായിരുന്നാലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.